അധികം നിൽക്കുന്നില്ല. വെസ്റ്റേണിൽ ഒരു 60-70% ഡിവോഴ്സ് റേറ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. കുറച്ചാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ടാവില്ല. ഓൾറെഡി മോണോഗാമി എന്നുള്ള കോൺസെപ്റ്റ് നമ്മുടെ യങ് ജനറേഷനിൽ പോയിക്കൊണ്ടിരിക്കുക. നമ്മളിത് കണ്ണടച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ പഴയ ജനറേഷൻ, ഞാൻ സമ്മതിച്ചു. നമ്മുടെ അടുത്ത ജനറേഷൻ ചെയ്യുന്ന കണ്ണടച്ചിരുന്നിട്ട് കാര്യമില്ല. അതിന് നമ്മൾ കണ്ണ് തുറന്ന് നോക്കി നമ്മൾ ഓപ്പൺലി ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. അപ്പോൾ അതിനകത്തൊരു ഹെൽത്തി ആയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സെക്ഷൽ ടോക്ക് പറയുന്നത്. നിങ്ങൾ കുട്ടികളെ മനസ്സിലാക്കുക, ഇപ്പോഴത്തെ ഡിജിറ്റൽ ചേഞ്ച് മനസ്സിലാക്കുക. ഈ കല്യാണം എന്ന് പറയുന്നത് നിർബന്ധിച്ച് കഴിപ്പിക്കാതിരിക്കുക. നമുക്ക് പേഷ്യൻസ് വരുന്നത് എല്ലാം നിർബന്ധിച്ച് കുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ കൗൺസിലിങ്ങിന് കൊണ്ടുവരും. പിന്നെ ഇപ്പോൾ അത് നിൽക്കാൻ പോണില്ല. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കല്യാണം കഴിച്ച് നിൽക്കും. പിന്നെ നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇപ്പം ഞങ്ങൾ പേഷ്യൻസിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പുരുഷന്മാരുടെ ഹോർമോൺ ടെസ്റ്റോസ്റ്ററോൺ, സ്ത്രീകളുടെ ഈസ്ട്രജനാണ്. പുരുഷന്മാർക്ക് ടെസ്റ്റോസ്റ്ററോൺ കുറവും സ്ത്രീകൾക്ക് ടെസ്റ്റോസ്റ്ററോൺ കൂടുതലും കാണുന്നു. സ്ത്രീകൾക്ക് ഈസ്ട്രജൻ കുറവും പുരുഷന്മാർക്ക് ഈസ്ട്രജൻ കൂടുതലും കാണുന്നു. ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മാറിക്കൊണ്ടിരിക്കുക, ജനറ്റിക്കലി നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. അയ്യോ, നമ്മൾ ആണും പെണ്ണും എന്നുള്ള ബൈനറി ഇതിൽ നിന്ന് നമ്മൾ ചേഞ്ച് ഇപ്പോഴത്തെ ഇതിൽ ഭയങ്കര ഫാസ്റ്റ് ചേഞ്ചാണ്. അതിൻ്റെ പാർട്ടായിട്ടാണ് ഈ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം. അത് സ്ത്രീകൾക്ക് വരുന്ന പ്രോബ്ലം, ടെസ്റ്റോസ്റ്ററോൺ കൂടുതലാണ്, ഭയങ്കര കോമൺ ആണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഈ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. നമ്മൾ അതിനെ നന്നായിട്ട് മനസ്സിലാക്കുകയും അതിൻ്റെ ചേഞ്ചസ് നമ്മൾ മനസ്സിലാക്കുകയും വേണം. അപ്പം ഞാൻ ഇതിൻ്റെ ഓരോ ടോപ്പിക്കിനേക്കും ഇൻഡെപ്ത് പോയിട്ട് നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്യാം വരുന്ന എപ്പിസോഡ്സിൽ. അതെ. അപ്പോൾ ഈ സെക്ഷുവാലിറ്റിയും ഇൻഫെർട്ടിലിറ്റിയും തമ്മിൽ കണക്ഷൻ ഉണ്ടോ? ഉണ്ടല്ലോ. കാരണം ഈ ഇനീഷ്യലി നമ്മൾ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് പ്രഗ്നൻ്റ് ആവാനാണ് ഇത് ചെയ്തിരുന്നത്. അപ്പോൾ അതിനകത്ത് എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ സെക്ഷൽ ഡിഫറൻസുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സ്ത്രീക്ക് കുറവായിരിക്കാം പുരുഷന്മാർ. അപ്പോൾ അതുകൊണ്ട് പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള സെക്ഷൽ